ശ്രീത്, വരാൻ പോകുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പുകളുണ്ട് ചില സംസ്ഥാനങ്ങളിൽ. അതിൽ പ്രധാനമായിട്ടുള്ള ഒരിടമാണ് ഡൽഹി. ഡൽഹിയിൽ ഈ തെരഞ്ഞെടുപ്പ് പലപ്പോഴും കൂടുതൽ ചർച്ചാ വിഷയമാകാറുള്ളതല്ല. പക്ഷേ അവിടെ കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് മാറുകയും ആം ആദ്മി പാർട്ടി അധികാരം പിടിക്കുകയും ചെയ്തു. കേജ്രിവാള് അവിടുത്തെ മുഖ്യമന്ത്രിയുമായതോടുകൂടിയാണ് കൂടുതൽ ജനശ്രദ്ധ നേടിയെടുത്തത്. ഇക്കുറി നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേജ്രിവാള് ജയിൽ മോചിതനായതിന് ശേഷമുള്ള, അപ്പം ആ സംഭവവികാസങ്ങൾ എത്രത്തോളം അവർക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയും എന്നുള്ളതും, അതുപോലെ ഇപ്പോഴത്തെ BJP-യുടെ ഒരു തരംഗ സാധ്യതയിൽ അവിടെ ആം ആദ്മി പാർട്ടിക്ക് എത്രത്തോളം നിലനിൽക്കാൻ കഴിയും എന്നുള്ളതും വലിയ ചർച്ചാ വിഷയമാണ്. ഇവിടെ ആം ആദ്മി ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്, അവിടെ 70 സീറ്റുകൾ ഉള്ള ഇടങ്ങളിലും. അപ്പോൾ എന്തായിരിക്കും ഡൽഹി ഫലം നിർണയിക്കാൻ പോകുന്നത്? എന്തായാലും AAP സംബന്ധിച്ചിടത്തോളം, അതോടൊപ്പം തന്നെ കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളവും അവരുടെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പാണ് വരുന്നത്. അവർ മുൻകാലങ്ങളിൽ നിന്നും തുടക്കത്തിൽ പോലും ഇത്രയധികം പ്രതിസന്ധികൾ ഫേസ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ കാലത്ത് വലിയ പ്രതിസന്ധിയിലൂടെയാണ് ആ പാർട്ടി കടന്നു പോകുന്നത്. പ്രധാനമായി തന്നെ ഈ കെജ്രിവാൾ ആയിരുന്നല്ലോ അതിൻ്റെ സ്ഥാപക നേതാവ്. ആ സ്ഥാപക നേതാവിനെ തന്നെ മാസങ്ങളോളം ജയിലിൽ അടയ്ക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം പുറത്തു വരുന്നു. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചരണവുമായെല്ലാം അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം എടുത്തു പറയാനുള്ള, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 7 സീറ്റും BJP നേടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഈ ആം ആദ്മി പാർട്ടി AAP പാർട്ടി വലിയ പ്രതീക്ഷയോടെയായിരുന്നു ആ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടത്. കാരണം ഈ നാം ഹേമന്ത് സോറന്റെ എല്ലാം ജാർഖണ്ഡിലേക്കെല്ലാം പോകുമ്പോൾ അവിടെ സമാനമായ രീതിയിൽ തന്നെ ആ മുഖ്യമന്ത്രിയും ജയിലിൽ അടച്ചിരുന്നു. പക്ഷെ ജനങ്ങൾ ആ മുഖ്യമന്ത്രിയോടൊപ്പമായിരുന്നു നിന്നത്, BJP-ക്കെതിരായി. മറിച്ച് നാം ഡൽഹിയിലേക്ക് വരുമ്പോൾ ജനങ്ങൾ BJP-യോടൊപ്പം നിൽക്കുന്നത് ഈ മുഖ്യമന്ത്രിക്ക് എതിരാവുന്നു. അതിന്റെ തെളിവായിരുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. വലിയ രീതിയിൽ BJP-ക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പാണ് നാം കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടത്. പക്ഷേ എന്തായാലും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, AAP പാർട്ടി മുഴുവൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഫെബ്രുവരിയിലാണ് ഇലക്ഷൻ ഇനി നടക്കാനിരിക്കുന്നത്. പക്ഷേ മാസങ്ങൾക്ക് മുൻപ് തന്നെ മുഴുവൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അവർ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കടന്നിട്ടുണ്ട്. പല പ്രമുഖ നേതാക്കളും ഇപ്പോൾ മത്സരിക്കുന്നുണ്ട്. അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തിന്റെ പഴയ മണ്ഡലമായ ഡൽഹിയിൽ തന്നെയാണ് മത്സരിക്കുന്നത്. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെതിരെ മത്സരിക്കുന്നത് സന്ദീപ് ദീക്ഷിതാണ്. പണ്ട് ഷീല ദീക്ഷിത്തിന്റെ മകനാണ്. ഷീല ദീക്ഷിത് തുടർച്ചയായി തന്നെ 15 കൊല്ലത്തോളം ഡൽഹി ഭരിച്ച ഒരു മുഖ്യമന്ത്രിയായിരുന്നു. അവർ വലിയ സ്വാധീനമുണ്ടായിരുന്ന മുഖ്യമന്ത്രിയായിരുന്നു. പക്ഷെ അവസാന ഘട്ടത്തിൽ കോമൺവെൽത്ത് ഗെയിംസുമായി ബന്ധപ്പെട്ട അഴിമതിയും പിന്നെ ഒരു നിർഭയ സംഭവം, ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി തന്നെ പീഡിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതെല്ലാം വലിയ ജനവികാരമാണ് ജനങ്ങളിൽ ഉണ്ടാക്കിയത്. അത് കൃത്യമായി തന്നെ മുതലാക്കാൻ AAP-ക്ക് കഴിഞ്ഞിട്ടുണ്ട്. AAP-യുടെ വളർച്ച ഡൽഹി കേന്ദ്രീകരിച്ചാണ് ആ പാർട്ടി പൂർണ്ണമായി തന്നെ വളർന്നത്. അപ്പോൾ ഡൽഹിയിൽ വീണ്ടും വിജയിച്ചു വന്നില്ലെങ്കിൽ ഇനി അവരുടെ വളർച്ച മുരടിക്കാനാണ് സാധ്യത. കാരണം ഇപ്പോൾ കഴിഞ്ഞ ഹരിയാന തെരഞ്ഞെടുപ്പിലെല്ലാം അവർ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിരുന്നു. ഈ അരവിന്ദ് കെജ്രിവാൾ ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരുന്നു. അതിന് പിന്നാലെ അദ്ദേഹം ഹരിയാന കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചത്. അതിനാൽ തന്നെ ഈ ഹരിയാന കേന്ദ്രീകരിച്ച് കെജ്രിവാളിന്റെ വലിയ പ്രവർത്തനം ഉണ്ടായി. അതിനാൽ തന്നെ ഹരിയാനയിൽ വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് കെജ്രിവാളും അതോടൊപ്പം തന്നെ AAP പാർട്ടിയും അവകാശപ്പെട്ടെങ്കിൽ ദയനീയമായി തന്നെ അവിടെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ പാർട്ടി പ്രതിസന്ധിയിലേക്ക് കടന്നു പോകുമ്പോൾ ഡൽഹിയിൽ വിജയിച്ചില്ലെങ്കിൽ ഇനി പാർട്ടിക്ക് ഒരു സംസ്ഥാനങ്ങളിലും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല. അവിടെ അതോടൊപ്പം തന്നെ മറ്റൊരു സംസ്ഥാനമുണ്ടല്ലോ ഇവർ ഭരിക്കുന്ന പഞ്ചാബിൽ പക്ഷേ പാർട്ടിയുടെ സ്ഥിതി അത്ര നല്ലതല്ല. അവിടെ ഇപ്പോൾ AAP ഭരണം നടത്തുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ കോൺഗ്രസിന് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ക്രമസമാധാന പ്രശ്നവും മറ്റ് തൊഴിലില്ലായ്മയെല്ലാം വലിയ രീതിയിൽ ഈ AAP സർക്കാരിനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. അവിടെ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട്. അത് മുതലാക്കുവാൻ ഒരു പരിധിവരെ കോൺഗ്രസിന് കഴിയുന്നുണ്ട്. അപ്പോൾ ഇനിയൊരു തിരഞ്ഞെടുപ്പ് ഉണ്ടാകുകയാണെങ്കിൽ അവിടെ കോൺഗ്രസിനായിരിക്കും മുന്നേറ്റം ഉണ്ടാക്കുവാൻ കഴിയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഉറപ്പായും ഡൽഹി നിലനിർത്തിയില്ലെങ്കിൽ അവർ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും അധികാരത്തിലില്ലാത്ത ഒരു പാർട്ടിയായി മാറുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അതിൽ നിന്നും മറികടക്കാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. നാം BJP-യിലേക്ക്
നോക്കുകയാണെങ്കിൽ അവർ അവസാന ഘട്ടത്തിൽ അവരുടെ മുഖ്യമന്ത്രിയായിരുന്ന സുഷമ സ്വരാജ് ആയിരുന്നു പണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. അതിനുശേഷം ഷീല ദീക്ഷിത് വന്നു. പിന്നെ കുറച്ച് ദിവസങ്ങൾ ഹർഷവർദ്ധൻ ഉണ്ടായിരുന്നു. അത് 2013 ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം ലഭിച്ചിരുന്നില്ല. അങ്ങനെ ഹർഷവർദ്ധൻ വരുന്നു, അദ്ദേഹം രാജിവെക്കുന്നു. പിന്നീട് കോൺഗ്രസും അതോടൊപ്പം തന്നെ കെജ്രിവാളും തമ്മിൽ സഖ്യം ചേർന്ന് 2013 മുതൽ 15 വരെ അധികാരത്തിൽ മുഖ്യമന്ത്രിയാകുന്നു അദ്ദേഹം. പിന്നീട് 2015 ഇലക്ഷൻ വരുന്നു. അന്നെല്ലാം കോൺഗ്രസ് തകർന്നടിയുകയാണ്. 15 വർഷം ഭരിച്ച പാർട്ടി 2015 ഇലക്ഷൻ വരുമ്പോൾ 0 കടക്കുകയാണ്. വേറെ 0 ആകുകയാണ്. BJPക്ക് അന്ന് 3 സീറ്റും AAPക്ക് അന്ന് 67 സീറ്റുമാണ് ലഭിക്കുന്നത്. പിന്നീട് നാം ഇലക്ഷൻ കണ്ടത് 2020 2020 BJPക്ക് 8 സീറ്റും AAPക്ക് 62 സീറ്റും ലഭിക്കുന്നു. ആ സമയം കോൺഗ്രസിന് 0. അങ്ങനെ കോൺഗ്രസിന്റെ ഇടത്തേക്ക് AAP വളർന്നു കയറുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ കോൺഗ്രസ് പതിയെ അവിടെ തിരിച്ചു വരുന്നതായാണ് പറയുന്നത്. പക്ഷെ അധികാരത്തിലേക്കൊന്നും എത്താൻ കഴിയില്ല. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BJPക്കാണ് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം ഇപ്പോഴുള്ളത്. 2015 2020 വളരെയധികം പിന്നോട്ട് പോയൊരു പാർട്ടി. 2015 ഇലക്ഷനിൽ വെറും 3 സീറ്റായിരുന്നു. 70 സീറ്റിൽ വെറും 3 സീറ്റാണ് BJPക്ക് ലഭിച്ചത്. 2020 വരുമ്പോൾ അത് 8 സീറ്റായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അവ വലിയ ആത്മവിശ്വാസത്തിലാണ്. പ്രത്യേകിച്ച് അത് ഭരണസിരാ കേന്ദ്രമാണ്. ഭരണസിരാ കേന്ദ്രമായതിനാൽ തന്നെ അവിടെ പല പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുമുണ്ട്. അങ്ങനെ ഒരു കേന്ദ്രമാണല്ലോ. ഇപ്പോൾ ആ കേന്ദ്രം ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് അതിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. അതുപോലെയാണ് ആം ആദ്മി പാർട്ടിക്ക് അവിടെ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഈ ഡൽഹിയിലായിരുന്നു ആദ്യമായി ഇവർ മത്സരിക്കുന്നത്. 2013 2012 എന്തോ ആണ് ഈ പാർട്ടി രൂപീകരിച്ചത്. കാരണം അറിയാം, അണ്ണാ ഹസാരെയുടെ സമരവുമായി അതിൽ പങ്കാളിയായിരുന്ന ഒരു വ്യക്തിയാണ് കെജ്രിവാൾ. തുടർന്ന് ആ അണ്ണാ ഹസാരെ മാറ്റി നിർത്തി അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെയാണ് ഇദ്ദേഹം സ്വന്തമായി പാർട്ടി രൂപീകരിക്കുന്നു. 2013 തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നു, 15 മത്സരിക്കുന്നു, 20 മത്സരിക്കുന്നു. അങ്ങനെ ഡൽഹി കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു പാർട്ടിക്ക് തങ്ങളുടെ നിലനിൽപ്പിന് ഈ മണ്ഡലങ്ങളിലെ വിജയം ആവശ്യമാണ്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ BJP അതിനുള്ള പ്രവർത്തനങ്ങളുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. ഇവർ 4 ഘട്ടമായി പൂർണ്ണമായി തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. BJP ഉടൻ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ ഇപ്പോൾ അവിടുത്തെ ചേരികൾ കേന്ദ്രീകരിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കോൺഗ്രസ് 21 സ്ഥാനാർത്ഥികളെ അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ തെരഞ്ഞെടുപ്പിൽ നാം മുൻപ് അങ്ങനെ പല സംസ്ഥാനം ഇങ്ങനെ ഒരു ട്രെൻഡ് ഇല്ലായിരുന്നു. കാരണം മാസങ്ങൾക്ക് മുൻപ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിൽ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത് പലപ്പോഴും കണ്ടിട്ടില്ല. പക്ഷെ ഡൽഹിയിൽ ഈ AAPയുടെ തന്ത്രമാണ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക, ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുക, ജനങ്ങളുടെ പിന്തുണ വാങ്ങുക, വിജയിച്ചു കയറുക എന്ന തന്ത്രമാണ് അവർ നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പാർട്ടി അങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ കോൺഗ്രസ് ഇപ്പോൾ 21 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. BJPയും പറയുകയാണ് ഉടൻ തന്നെ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമെന്ന് അവരും പറയുകയാണ്. എന്തായാലും വരുന്ന തെരഞ്ഞെടുപ്പ് 3 പാർട്ടികൾക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. BJPക്കും അതോടൊപ്പം തന്നെ AAPക്കും കോൺഗ്രസിന് ഒരു തിരിച്ചുവരവ് ഇനി എന്തായാലും കാണുന്നില്ല. മറിച്ച് ഭരണത്തിനായുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായുള്ള വലിയ പോരാട്ടമായിരിക്കും ഇനി ഉണ്ടാകുക. കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടം കൂടിയാണ്. അദ്ദേഹം അഴിമതി കേസുമായി ജയിലിൽ അടയ്ക്കപ്പെട്ടതിന് പിന്നാലെ ഇപ്പോൾ രാജിവെച്ച് മറ്റൊരു അതിശി എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നിലവിലുള്ളത്. അപ്പോൾ ഇനി വിജയിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ പദത്തിലേക്ക് തിരികെ വരാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ തന്റെ അഭിമാന പോരാട്ടത്തിൽ കെജ്രിവാൾ ജയിക്കുമോ എന്നത് ഫെബ്രുവരിയോടെ അറിയാൻ കഴിയും.